ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സാമൊക്കെയാണ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം ഇങ്ങനെ മഴ ചാറിങ്ങോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇന്നലത്തെ പാലാണ്. അപ്പോൾ ഞാനത് തിളപ്പിച്ച് വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ ചായ വെക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു പാല് ബാലൻസ് വന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാല് വരും. അപ്പോൾ അതിന് മുന്നേ ഇന്ന് ഈ ഒരു പാല് തിളപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി നമുക്ക് വൈകുന്നേരത്തേക്ക് എടുത്തു വെക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേടാവെന്ന് വിചാരിച്ചു, പക്ഷേ കേടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതല്ലേ. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് തിരുമ്പിയിടാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നല്ല മഴ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേഗം പോയി തിരുമ്പി വന്നു കേട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞ് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റേഷൻ അരി നമ്മുടെ വെള്ളരി അല്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുട്ടപ്പാലടയാണ്. ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേരാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സമയത്ത് ഞാൻ ആകെ ഒരു ഞെട്ടല്. കാരണം ഞാൻ ഇതുവരെ ഇതിൻ്റെ പേരൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷേ ഇക്കാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കടികളൊന്നും ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അതും ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ മൈദയാണ് വേണ്ടത്. മൈദ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോകാനും. പിന്നെ നമ്മുടെ ഇത് നന്നായിട്ട് മിക്സായിട്ട് നല്ല ക്രീമി ആയിട്ട് ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ട് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കൂലേ, അതേപോലെ എത്ര വട്ടം അരിക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പഞ്ചസാര വേണം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ പോലെയാണ് വേണ്ടത്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യുന്ന ഒട്ടും ഇല്ലാതെ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. നമ്മൾ വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കട്ടയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മൈദയും മുട്ടയും എല്ലാം പാടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ മിക്സ് ആക്കി എടുക്കുക ചെയ്തത്. അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചായ വെക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങേൻ്റെ ഫില്ലിങ്സ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ പേര് വേറെ രീതിയിലൊക്കെ ഫില്ലിങ്സ് വെക്കാറുണ്ട്, തേങ്ങയും ബെല്ലം വെക്കാറുണ്ട്. അപ്പം ഞാനിവിടെ കഴിച്ചിട്ടുള്ളത് തേങ്ങയും പഞ്ചസാരയാണ്. പിന്നെ നെയ്യിൽ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള കശുവണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് ഒന്നും കൂടിയൊക്കെ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഹോർലിക്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈസി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഫൈസിയാണ് കേട്ടോ ഹോർലിക്സ് ഉണ്ടാക്കുന്നത്. പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിതാ പാനിൽ ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദോശ ചുടുമ്പോൾ അത് ഞാൻ ആ ചുടുന്ന സംഭവം വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, നമ്മൾ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സംഭവം റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതേപോലെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ മുറുകി പോലെ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ്സും കൂടി ഉള്ളിൽ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോർലിക്സ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫൈസിക്ക് ഭയങ്കര മൂടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോറി, ചായ അല്ല, ഹോർലിക്സ്. ഇത് നമ്മുടെ ഫില്ലിങ്സ് ആണ് കേട്ടോ. തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ദോശ ചുട്ടിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഫില്ലിങ്സും കൂടി ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ മൊത്തത്തിൽ ഇങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കും കേട്ടോ. കാരണം അത് അധികം കട്ടിയൊന്നുമില്ലല്ലോ. നമ്മൾ 2, 3, 4 കഴിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് വിശക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫൈസിക്കുട്ടിക്ക് ഇങ്ങനെ പൊതുവേ മധുരമുള്ള സംഭവങ്ങളോടൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അവന് എരിവൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മുടെ കാന്താരി അൽഫാമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു മധുരമുള്ള സാധനങ്ങൾ, നമ്മുടെ പായസം, അതുപോലെ തന്നെ ഈ ഇലയുടെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആൾക്ക് അധികം ഇഷ്ടമില്ലാത്തതാണ്. ആൾക്ക് എരിവാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞാനും കുടിക്കാനും വേണ്ടിയിട്ട് എനിക്കും കൂടി വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഫൈസി പറയുന്നത് നമുക്കിതിലേക്ക് ഹോർലിക്സും കൂടി ഇട്ടാലോ എന്ന്. അങ്ങനെ ഒരു പാക്കറ്റ് ഹോർലിക്സും കൂടി പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 3 ഉണ്ടാക്കിയിട്ട് അപ്പത്തെ ചേച്ചിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈസി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഈ ഒരു ക്ലീനിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. കാരണം പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കറി ഉണ്ടാക്കാനല്ലേ കയറുക. അപ്പോൾ പിന്നെ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഉണ്ടാക്കണത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഴുകുന്നത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് ഒക്കെ നമ്മളൊരു 11 മണി 12 മണിയൊക്കെ ആവും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ സിങ്കിലത്തെ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് 9:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫൈസി കുട്ടീനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈസി ഒരുമിച്ച് കാല് വെക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുകയാണ്. അവൾ നോന്നി ചവിട്ടണു. അങ്ങനെ ഞാനിങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം വീഡിയോ എടുക്കുക തന്നെ ആയിരിക്കും കേട്ടോ പണി. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നോക്കി ഇങ്ങോട്ട് പോണാടാ. അങ്ങനെ നല്ല ഉഷാറ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈസിക്കുട്ടി ഇപ്പോൾ ഉച്ചയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ലഞ്ചും സ്നാക്സ് ഒന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഇത് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഫാദുക്കുട്ടിനെ കൊണ്ട് അംഗനവാടിയിലേക്ക് പോകണം കേട്ടോ. അതൊരു ഭയങ്കര ട്വിസ്റ്റായിരുന്നു. മഴ പെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ ഫാദുക്കുട്ടിനെ വിട്ടുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറച്ച് നടക്കാനുണ്ടല്ലോ. അപ്പോൾ അത്രയും മഴ ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. ഇവളെ എടുത്തുകൊണ്ട് പോകാനൊന്നും നമുക്ക് പറ്റൂല അത്രയും ദൂരം. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ അംഗനവാടി. പിന്നെ സ്കൂട്ടിയിലാണ് ഞാൻ അവളെ കൊണ്ടാക്കാറുള്ളത്. രാവിലെ നോക്കിയിട്ട് സ്കൂട്ടീൻ്റെ കീ നോക്കുമ്പോൾ സ്കൂട്ടീൻ്റെ കീയും കാണാനില്ല. അപ്പോൾ കൊണ്ടുപോക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചാണ്. അപ്പോൾ പിന്നെ ടീച്ചർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ ഉണ്ട്, എന്തായാലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അവളൊന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അത്തപ്പൂക്കളം കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. 2-3 വീട്ടിൽ നമ്മൾ അത്തപ്പൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാദുക്കുട്ടി അതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ഇപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നതുകൊണ്ട് തന്നെ അതൊന്നും കാണില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇടവഴിക്കൂടെ അങ്ങനെ നടന്നിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെ അല്ലേ പോവുക. അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഉമ്മച്ചിയെ, നമുക്കും ഇതേപോലെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ അംഗനവാടിയിൽ വിട്ട് തിരിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഏകദേശമൊക്കെ കുറഞ്ഞു കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് അധികം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഒരു 11:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫാദുക്കുട്ടിനെ ആക്കി വീട്ടിൽ വന്ന സമയത്ത്. കാരണം 10:45 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ട് മെല്ലെയല്ലേ പോയുള്ളൂ. അപ്പോൾ അത് അടിച്ചു വാരി ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ടീച്ചർ വിളിച്ചത്. അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തുടക്കുകയും കൂടി വേണം. 1.5 കേട്ടോ ഇപ്പോൾ കൂടുതലും തുടയ്ക്കാറുള്ളത്. കാരണം മക്കളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ വൃത്തികേടൊന്നും ആവില്ല, ചെളിയൊന്നും ആവില്ലല്ലോ. അവരുണ്ടെന്നുണ്ടെങ്കിൽ കണക്കാണ്, ഒന്നങ്ങോട്ട് പോവുക, ഒന്ന് ഇത് കൂടെ കയറി വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് തുടയ്ക്കണം. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി മീൻ നന്നാക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചൂരമീനുണ്ട്, പിന്നെ ഈ ഒരു മീനുണ്ട് കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുള്ളമീൻ പോലെയാണ് തോന്നുക, പക്ഷേ മേലെയും താഴേക്ക് ഇങ്ങനെ മുള്ളൊക്കെ ഉണ്ട്. അങ്ങനെ മീൻ നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മീൻ നന്നാക്കാൻ ഒന്നല്ലെങ്കിൽ ഞാൻ ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഓപ്പൺ ആക്കി വെക്കും, ഇല്ലെങ്കിൽ ടി വിയിൽ നമ്മുടെ സൺ മ്യൂസിക്കോ അല്ലെങ്കിൽ സൂര്യയിൽ ഓൾമോസ്റ്റ് സീരിയലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അതായത് അഡിക്ഷൻ അല്ല, മീൻസ് എല്ലാ സ്റ്റോറിയും അറിയണം അല്ലെങ്കിൽ ഡെയിലി കാണണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കഥ അറിയാം. അതുകൊണ്ട് അതിങ്ങനെ കാണാം കേട്ടോ. ഫേവറേറ്റ് സീരിയൽ നമ്മുടെ മാംഗല്യം തന്തുനാനിന, അതാണ്. പിന്നെ കളിവീട്, ഭാവന, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ സീരിയൽ കാണാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അത് ഓണാക്കി വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സൂര്യ മ്യൂസിക്കിൽ എപ്പോഴും പൊട്ടപ്പാട്ട് വെക്കും. പിന്നെ 2 പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒടുക്കത്തെ പരസ്യമായിരിക്കും. പരസ്യം കേൾക്കുമ്പോൾ ഭ്രാന്ത് വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാണും കേട്ടോ. അങ്ങനെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്നതാക്കി എടുക്കാൻ കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് മീൻകറിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ വറുത്തെടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.